നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 15, 16, 17 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:07 PM മുതൽ, അതായത് വ്യാഴം മാറുന്നത് മുതൽ, വ്യാഴം മിഥുനം രാശിയിൽ വരുന്നത് മുതൽ മെയ് 18 വെളുപ്പിന് 12 മണി, അർദ്ധരാത്രി 12:03 AM വരെയുള്ള കാലയളവിലെ ഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിനിടയിൽ സൂര്യൻ മെയ് 15 വെളുപ്പിന് 12:11 AM ഇടവൻ രാശിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ചന്ദ്രൻ 15 തീയതി ഉച്ചയ്ക്ക് 2:07 PM ധനുരാശിയിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കറിയാം 18 തീയതി രാത്രിയിൽ രാഹു കുംഭൻ രാശിയിലേക്കും വരുന്നുണ്ട്. ഓക്കെ, അത് പക്ഷേ ഈ ഫലത്തിൽ വരുന്നില്ല. പിന്നെ പൊതുവേ എല്ലാ ദിവസവും പറയുന്നത് പറയാം, ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. അല്ല, ഇതിപ്പോൾ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെ ഒരു 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ ദക്ഷിണയായിട്ട് നിങ്ങൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം ഞാൻ, പക്ഷേ ദയവേത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് മെസ്സേജ് വഴി കമ്മ്യൂണിക്കേഷൻ നടത്താം. വാട്സാപ്പ് നമ്പർ 9847291-363. മലയാളത്തിൽ പറയാം 98-472-91-363. അപ്പോൾ ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക. മേടം രാശിക്ക് 18 തീയതി രാത്രി മുതൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് കുംഭൻ രാശിയിലേക്ക് സർപ്പം അഥവാ രാഹു രാശി മാറുന്നു. അപ്പോൾ അത് മേടം രാശിയുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ പൂർവിക ധനം, പക്ഷേ അത് 18 തീയതി രാത്രിക്ക് ശേഷമേ ഉള്ളൂ. പക്ഷേ അത് 1.5 വർഷം ആ ഫലം നിലനിൽക്കും. കുംഭൻ രാശിയിലാണ് രാഹുവിൻ്റെ മാറ്റം 18 തീയതി രാത്രിയിൽ. അത് പക്ഷേ ഈ ദിവസങ്ങളിൽ ഫലം കിട്ടില്ല. എങ്കിലും ആ മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങാം. എങ്കിലും പൊതുവെ മെയ് 15, 16, 17 തീയതികൾ മേടം രാശിക്ക് ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പക്ഷെ അത് മാറാൻ പോവുകയാണ്. കാരണം 12ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്ക് രാഹു മാറുന്നുണ്ട് മെയ് 18 തീയതി മുതൽ, രാത്രി മുതൽ. ഇവിടെ ഈ ദിവസങ്ങളിൽ 15, 16, 17 തീയതികളിൽ കേതുവും ശുക്രനും മാത്രമാണ് ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ളത്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ. ശനി, സർപ്പം, ചൊവ്വ, ബുധൻ. അപ്പോൾ അനുകൂലമായിട്ട്, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ശുക്രനും കേതുവും മാത്രമേ ഉള്ളൂ. അതൊക്കെ ഈ ശനിയും സർപ്പവും ചൊവ്വയൊക്കെ പ്രതികൂലമാകുന്നതിൻ്റെ ഒരു ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പ്രാപ്തമല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക. മേടരാശിക്ക് പൊതുവെ ഈ ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല.
ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ ഇവിടെ അവരുടെ രാശിയിൽ വരികയാണ്. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഒക്കെ വന്നെന്ന് വരാം, മനസ്സംഘർഷം, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ബുധനും വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രനും ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് 3 പ്രതികൂലങ്ങളാണ്. കുറച്ച് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഇടവ മാസം മുഴുവൻ ഉണ്ടാവും. എങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. കാരണം വ്യാഴം 14ാം തീയതി രാത്രിയിൽ അനുകൂലമായിട്ട് മാറുന്നു, വളരെയധികം അനുകൂലമായിട്ട് മാറുന്നു. ധനസ്ഥാനത്തേക്ക് 2ാം ഭാവത്തിലേക്ക് വരികയാണ്. അതുകൂടാതെ ചൊവ്വ അനുകൂലമാണ്. അതുപോലെ 18ാം തീയതി രാത്രി വരെ സർപ്പം, മധ, രാഹു 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. കൂടെ സർപ്പവും ശുക്രനുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു വിജയസാധ്യത കാണുന്നു. അതായത് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ശനിയും സർപ്പവും വ്യാഴവും ചൊവ്വയും ശുക്രനും ഒക്കെ ഇവർക്ക് അനുകൂലമുള്ളതാണ്. അപ്പോൾ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടും. എങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് 15, 16, 17 തീയതികൾ. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. എങ്കിലും ശനി ഇവിടെ കർമ്മഭാവത്തിൽ കണ്ടകശനിയാണ്. കൂടാതെ സൂര്യൻ ഇവിടെ 15ാം തീയതി വെളുപ്പിന് പ്രതികൂലമായിട്ട് വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 12ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കാം. അതുപോലെ തന്നെ ശനി കർമ്മഭാവത്തിൽ കണ്ടകശനിയാണ്. അപ്പോൾ ശനിദോഷം മാറ്റാൻ ശനിയാഴ്ച വ്രതമെടുത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ. അതുപോലെ തന്നെ സൂര്യൻ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അല്പം ദോഷാധിക്യമുള്ളതൊക്കെ മാറി ഗുണാധിക്യമായിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ വ്യാഴം മാറുന്നു ഈ ദിവസങ്ങളിൽ. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വരികയാണ്. എന്നാലും വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണെങ്കിലും ബാക്കി നിരവധി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പിന്നെ ശനി ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം തരും. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ അത് വളരെയധികം ആശ്വാസം തരുന്ന ഒരെണ്ണമാണ്. അത് 2.5 വർഷം അവർക്ക് ഇതേ നില തുടരും. അതുപോലെ തന്നെ രാഹുവും ശുക്രനും 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ശനിയും സർപ്പവും ശുക്രനും കൂടെ ചേർന്ന് നമുക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവാം. പിന്നെ 11ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ബുധൻ വരുന്നു. അതുപോലെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ ഇടവമാസം മുഴുവൻ
ഉണ്ടാവും. കർക്കിടകം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ വരുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പൊതുവെ വ്യാഴം പ്രതികൂലമായിട്ട് മാറിയെങ്കിലും ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്രവചിക്കുന്നു. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര, ആദ്യ പാദം. ഇവിടെ ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്നു. അപ്പോൾ സർവവിധ സൗഭാഗ്യം, ഭക്ഷണ സുഖം, അതായത് ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ഏതാണ്ട് 1 വർഷം ഇവർക്ക് ഉണ്ടാവും. കാരണം വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ ഇവർക്ക് പുതുതായിട്ട് ഇവർക്ക് കരഗതമാവുകയാണ്. അതുപോലെ തന്നെ സൂര്യൻ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അത് മേടമാസം മുഴുവനുണ്ട്. ക്ഷമിക്കണം, ചിങ്ങം രാശിക്ക് അതെ, കർമ്മഭാവത്തിൽ സൂര്യൻ വരുന്നു. അപ്പോൾ മേടമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. എങ്കിലും അഷ്ടമത്തിലെ ശനിയും സർപ്പവും പ്രതികൂല ഫലങ്ങൾ തരുന്നു. അതുപോലെ ചൊവ്വ വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശനി, സർപ്പം, ചൊവ്വ ഇത് മൂന്നും പാപഗ്രഹങ്ങളാണ്. ഇത് മൂന്നും പ്രതികൂലമാണെങ്കിലും ഇവിടെ വ്യാഴവും സൂര്യനും അനുകൂലമായിട്ട്, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് അഷ്ടമത്തിലെ ശനിയും സർപ്പവും ഒക്കെ പ്രതികൂലമാണെങ്കിലും നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടമുണ്ടാവും. അത് ഈ ഇടവമാസം മുഴുവൻ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വ്യാഴം 11ാം ഭാവത്തിൽ വരുന്നത് അത്യധികം ഗുണാധിക്യമുള്ള സമയങ്ങളാണ്. അപ്പോൾ അത് സർപ്പം 18ാം തീയതി അഷ്ടമത്തിൽ നിന്ന് മാറുന്നു. ഗുണകരമായിട്ടുള്ള മാറ്റമല്ല 7ാം ഭാവത്തിലേക്ക്. എന്നാൽ തന്നെയും ആ അഷ്ടമരാഹു എന്നുള്ള ആ വലിയ ദോഷം അങ്ങ് മാറും 18ാം തീയതി മുതൽ. അപ്പോൾ ചുരുക്കത്തിൽ ചിങ്ങം രാശിക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുകയാണ്. വ്യാഴം 15ാം തീയതി അനുകൂലമായിട്ട് വന്നതോടുകൂടി ഇവരുടെ തലവര സമ്പൂർണ്ണമായിട്ടും മാറും. കൂടാതെ ചൊവ്വയൊക്കെ ഒരു 2 മാസം കൂടെ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് ദോഷങ്ങൾ ഒഴിയും, ചൊവ്വയുടെ പ്രശ്നം തീരും. എങ്കിലും അഷ്ടമ ശനി തുടരും. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങളോടുകൂടി പ്രാർത്ഥനയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണാധിക്യങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. ശനിയും കേതുവൊക്കെ പ്രതികൂലമാണ്. എന്നാലും ഡയറക്റ്റായിട്ട് ചൊവ്വയും ബുധനും അനുകൂലമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങൾ ഏകദേശം 5 എണ്ണമുണ്ട്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ കൂടെ ചൊവ്വയും ബുധനുമൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലം. അപ്പോൾ നമുക്ക് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയാം. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അവരുടെ സൗഭാഗ്യങ്ങളുടെ തേരോട്ടം തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു.
ഇടവം രാശിയിൽ. അപ്പോൾ ഇടവം മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ തന്നെയും അത് മറ്റ് ഗ്രഹങ്ങളുടെ, അതായത് എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയും അനുകൂല ഭാവം ഇവർക്ക് കിട്ടുന്നു. അപ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും, നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും. പിന്നെ സൂര്യൻ ഇവർക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ കർക്കിടകം ചിങ്ങം മാസങ്ങളാവും. ആ കർക്കിടകം ചിങ്ങം മാസങ്ങളിലൊക്കെ ഇവർ രാജാക്കന്മാരെ പോലെ, ചക്രവർത്തിമാരെ പോലെ, ഇപ്പോൾ രാജാക്കന്മാരെ പോലെ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ ഇവർക്ക് ചക്രവർത്തിയുടെ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവിടെ ശനി 6-ാം ഭാവത്തിൽ, സർപ്പം 6-ാം ഭാവത്തിൽ, വ്യാഴം 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത്, ചൊവ്വ കർമ്മഭാവത്തിൽ, ചന്ദ്രൻ ഇവിടെ 15-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അനുകൂലമാണ് ധനു രാശിയിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ഒരേ ഒരു ഗ്രഹം സൂര്യൻ മാത്രം ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക്. അത് ഏതാണ്ട് കുറേ കാലം ഇവർക്ക് ഈ അവസ്ഥ തുടരും. തീർച്ചയായിട്ടും തുലാം രാശിയുടെ സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയാണ് 15-ാം തീയതി. 14-ാം തീയതി രാത്രി 10:07 PM മുതൽ വ്യാഴം മാറുന്നതോടുകൂടി ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. അതുപോലെ തീർച്ചയായിട്ടും രാഹു ഇവിടെ അനുകൂലമായതുകൊണ്ട് ഊഹക്കച്ചവടങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം. മാത്രമല്ല ഏറ്റവും പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 4 പ്രധാനപ്പെട്ട ശനി, വ്യാഴം, രാഹു, കേതു ഇവയെല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ. പിന്നെ 18-ാം തീയതി രാഹു മാറുന്നത് 5-ാം ഭാവത്തിലേക്കാണെങ്കിലും 11-ാം ഭാവത്തിലേക്കാണ് കേതു അഥവാ ശിഖി രാശി മാറുന്നത്. അതൊക്കെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങൾ വരുത്തും. പിന്നെ ഈ കേതു 11-ാം ഭാവത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഇവർ പറയുന്ന ഈ തുലാം രാശിക്കാർ പറയുന്ന കാര്യങ്ങൾ എന്ത് പൊട്ടത്തരമാണെങ്കിലും ജനങ്ങൾ കേൾക്കും, ശ്രദ്ധിക്കും. അത് മാത്രമല്ല വിശകലനം ചെയ്ത് ജനങ്ങൾ അവരുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലയളവിലേക്ക് മാറും 18-ാം തീയതി രാത്രി മുതൽ. അപ്പോൾ ചുരുക്കത്തിൽ തുലാം രാശിയുടെ സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കുന്നതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് വ്യാഴത്തിൻ്റെ പ്രതികൂല ഭാവം വരികയാണ്. അഷ്ടമത്തിൽ വ്യാഴം വരികയാണ്. അപ്പോൾ ഇവർക്ക് ലൗകിക സുഖങ്ങൾ, ഭൗതിക സുഖങ്ങൾ ഒക്കെ കുറയും, ദൈവാധീനം കുറയും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി വ്യാഴാഴ്ച വ്രതമെടുത്ത് ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകളും, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല വ്യാഴാഴ്ച സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങളാണ് ഇവിടെ അനുകൂലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. സർപ്പം, ശിഖി, ശുക്രൻ, ബുധൻ എന്ന് പറയുമ്പോൾ ശനി ഇവർക്ക് 5-ാം ഭാവത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരില്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ശനി തരുന്നത്. അപ്പോൾ ഇവർക്ക്
പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുന്നത് വ്യാഴം മാത്രമാണെങ്കിലും പൊതുവെ ഇവർക്ക് മോശപ്പെട്ട ഒരു കാലയളവിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 18-ാം തീയതി രാഹു മാറുന്നത് അനുകൂലമായിട്ടല്ല. ഓക്കെ, അപ്പോൾ അത് ആ ഭാഗ്യം പോകുന്നു. അപ്പോഴത്തേക്ക് കേതു പ്രതികൂലമാകുമ്പോൾ, അനുകൂലമല്ലാതാവുമ്പോൾ ശുക്രനും ബുധനും മാത്രമാണ് പിന്നെ അവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത്. എങ്കിലും ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷം ഏതാണ്ട് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങാൻ സാധ്യതയുള്ളത് 18-ാം തീയതി മുതലാണ്. അതായത് രാഹുവും കേതുവും ഇവർക്ക് മാറുന്നത് പ്രതികൂലമായിട്ടാണ്, അനുകൂലമല്ലാത്ത രീതിയിലാണ്. എന്തായാലും അത് അഷ്ടമത്തിലോട്ടോ 12-ാം ഭാവത്തിലോട്ടോ ഒന്നുമല്ല എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. എങ്കിലും പൊതുവെ വൃശ്ചികം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രവും ശേഷം ദോഷാധിക്യവും വരാൻ പോവുകയാണ്. അത് ശ്രദ്ധിക്കുക. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ആ ദോഷാധിക്യം വരുന്നത് മറികടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് നല്ല കാലം അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. അതായത് ഇവർക്ക് ഈ ദിവസങ്ങളിൽ ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. പക്ഷേ ഇവിടെ വ്യാഴം അനുകൂലമായിട്ട് വന്നിരിക്കുന്നു 7-ാം ഭാവത്തിൽ. അപ്പോൾ അത് ഇവർക്ക് പ്രധാനമായിട്ടും ബന്ധങ്ങളിൽ നേട്ടമുണ്ടാവും. അതായത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം സുഖകരമാവും, കൂടുതൽ ഊഷ്മളമാവും. മറ്റ് ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളും വ്യവസായ ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും സഹോദര അങ്ങനെയൊക്കെ ബന്ധുക്കൾ, അതായത് ബന്ധങ്ങൾ ഊഷ്മളമാവും, ബന്ധങ്ങൾ സുദൃഢമാവും. അത് ഏകദേശം 1 വർഷം തുടരും. ഓക്കെ, എന്നിട്ട് ഇവർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മെയ് 18-ന് രാഹു അനുകൂലമായിട്ട് മാറുന്നു. ഓക്കെ, കേതു ഭാഗ്യസ്ഥാനത്തോട്ട് മാറുന്നു. അപ്പോൾ 3-ാം ഭാവത്തിൽ ധനുരാശിക്ക് 18-ാം തീയതി മുതൽ രാഹു വരുന്നു. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അതുമാത്രമല്ല പൂർവികരുടെ അനുഗ്രഹം, പൂർവിക സ്വത്ത് ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാൻ കിടക്കുകയാണ്. പൊതുവെ ധനുരാശിക്ക് നല്ല കാലം അങ്ങോട്ട് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ശനി കണ്ടകശനിയാണ്. അപ്പോൾ ശനിയാഴ്ച നിങ്ങൾ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരാധീനം കൂട്ടാൻ ശ്രമിക്കുക. എങ്കിലും വ്യാഴം ഇവിടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരികയാണ്, 7-ാം ഭാവത്തിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് മാത്രമല്ല, അല്പം ഗുണാധിക്യം ഉള്ള ദിവസങ്ങളാണ്. അതുകൂടാതെ സൂര്യൻ ഇവിടെ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. 6-ാം ഭാവത്തിൽ ഇവർക്ക് സൂര്യൻ വന്നത് കാരണം ഇടവമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കുക. അതുകൂടാതെ മെയ് 18-ന് രാഹു മാറുന്നതും ഈ ഇടവൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നതും ക്ലബ് ചെയ്ത് പറയുകയാണെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കും 18-ന് ശേഷം. ഓക്കെ, പൊതുവെ ധനുരാശിക്ക് ഈ ദിവസങ്ങളിൽ അല്പം ഗുണാധിക്യമൊക്കെ വന്നു തുടങ്ങുന്ന ദിവസങ്ങളാണ്. പക്ഷേ അത് പൂർണ്ണമായ തോതിൽ വരാൻ 18-ാം തീയതി വരെ കാത്തിരിക്കാം. ഓക്കെ, ധനുരാശിക്ക് നല്ല കാലം തുടങ്ങുകയാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് വ്യാഴം പ്രതികൂലമായി. അതൊരു വർഷക്കാലം പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്രതമെടുത്ത് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ചൊവ്വ പ്രതികൂലമാണ്, ചന്ദ്രനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും ഇവർക്ക് ശനി 3-ാം ഭാവത്തിൽ
അനുകൂലമായിട്ട് നിൽക്കുന്നു, സർപ്പവും അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷേ സർപ്പം അഥവാ രാഹു 18-ാം തീയതി മുതൽ പ്രതികൂലമാവും, അനുകൂലമല്ലാതാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ഈ 17-ാം തീയതിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. 18-ാം തീയതി രാത്രിയിൽ രാഹു മാറിക്കഴിഞ്ഞാൽ ആ വലിയൊരു സൗഭാഗ്യം നിങ്ങളെ തുണയ്ക്കില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. സർവകാര്യ വിജയം ഉണ്ടാവും, സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. അതുപോലെ ശുക്രനും ബുധനും ഒരുമിച്ച് അനുകൂലമായതിനാൽ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും വ്യാഴം ഇവർക്ക് പ്രതികൂലമാണ്. ഇവിടെ 7-ാം ഭാവത്തിൽ ചൊവ്വയിൽ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അല്പം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് വിവേകപൂർവം മറികടക്കാൻ ശ്രമിക്കുക. ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് വ്യാഴം അനുകൂലമായിട്ട് വന്നു 5-ാം ഭാവത്തിൽ. ഓക്കെ, 5-ാം ഭാവത്തിലെ വ്യാഴം പ്രേമജീവിതങ്ങൾ, പ്രേമമായിട്ട് ബന്ധപ്പെട്ട പ്രണയബന്ധങ്ങൾ സുദൃഢമാവും, ദാമ്പത്യ ബന്ധം സുദൃഢമാവും. അതുപോലെ തന്നെ ഈ ധനവരവ് വളരെയധികം ഉണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ ഇവർക്ക് കരഗതമാവും. കുംഭൻ രാശിക്ക് വ്യാഴം അത്യധികം ഗുണാധിക്യമുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശുക്രനും ഇവിടെ അനുകൂലമാണ് കുംഭൻ രാശിക്ക്. ശുക്രനും വ്യാഴവും കൂടി ചേർന്ന് ഇവരുടെ ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാക്കും, സുദൃഢമാക്കും. അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. എങ്കിലും ശനി 7ര ശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരന് ഇഷ്ടപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ആ ശനിദോഷം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വ്യാഴത്തിൻ്റെ ഒരു വലിയ മാറ്റം ഇവർക്ക് വന്നിരിക്കുകയാണ്. അതായത് കുംഭൻ രാശിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. എങ്കിലും രാഹുവിൻ്റെ മാറ്റം മെയ് 18-ന് വരുന്നത് പ്രതികൂലമാണ്, ജന്മത്തിലേക്ക് വരുന്നു. അപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി തുടങ്ങുക. ആയില്യം ദിവസം 100 പാലും അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് ഒക്കെ ചെയ്യുക, വഴിപാടുകൾ നടത്തുക. അത് ഇപ്പോഴേ തുടങ്ങുക. എന്തായാലും ഇവിടെ ഈ ദിവസങ്ങളിൽ ചൊവ്വ, വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ ഈ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് ശനിയും കേതുവും മാത്രം നിൽക്കുന്നു. അത് ഇവർക്ക് ഈശ്വര ഭജനം കൊണ്ട് മറികടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നുള്ളൂ. എങ്കിലും ഇവിടെ സൂര്യൻ അനുകൂലമായിട്ട് വരികയാണ്. അതായത് 3-ാം ഭാവത്തിൽ സൂര്യൻ ഇടവൻ രാശിയിൽ വരുമ്പോൾ ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടാം. അതുപോലെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്.
അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇവിടെ ശനി ജന്മശനിയായിട്ട് നിൽക്കുന്നു. അതുപോലെ ജന്മരാഹുവാണ്. സർപ്പം ലഗ്നത്തിൽ നിൽക്കുകയാണ്, ജന്മത്തിൽ നിൽക്കുകയാണ്. അത് രണ്ടും പ്രതികൂലങ്ങളാണ്. എങ്കിലും പൊതുവെ ഇവിടെ സൂര്യൻ്റെ ഒരു നേതൃത്വത്തിൽ ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു തുടങ്ങും. ജന്മരാഹു 18-ാം തീയതി മാറും. അത് കുറച്ച് ആശ്വാസം തരും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടെങ്കിലും കാലങ്ങൾ മാറുകയാണ്. കുറച്ച് കാലം ആയിട്ട് 6 മാസത്തിൽ കൂടുതലായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ മാറിത്തുടങ്ങിയാണ്. പ്രത്യേകിച്ച് സൂര്യൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു തുടങ്ങാൻ പോവുകയാണ്. അത് ഇടവ മാസം മുഴുവൻ ഇവർക്ക് ഇത് അനുകൂലമായിരിക്കും. സൂര്യന് അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രധാനമായിട്ടും ഇവർക്ക് ലഭിക്കും. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15-5-2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 6, 1, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 16-5-2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 6, 2, 5, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 17-5-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 7, 5, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം നോക്കാം. 15-16 തീയതികളിൽ രാവിലെ 4:31 AM മുതൽ 5:19 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 17-ാം തീയതി 4:30 AM മുതൽ 5:19 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 15, 16, 17 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ 12:48 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 15, 16, 17 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 15-ാം തീയതി ഉച്ചയ്ക്ക് 1:57 PM മുതൽ ഉച്ചയ്ക്ക് 3:30 PM വരെയാണ് 15-ാം തീയതി രാഹുകാലം. 16-ാം തീയതി രാവിലെ 10:49 മുതൽ ഉച്ചയ്ക്ക് 12:23 PM വരെയാണ് 16-ാം തീയതി രാഹുകാലം. 17-ാം തീയതി രാവിലെ 9:15 AM മുതൽ 10:49 AM വരെയാണ് 17-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. വ്യാഴാഴ്ച 15-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 16-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, 17-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.